ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. MES സെൻട്രൽ സ്കൂളിൽ അന്താരാഷ്ട്ര യോഗാ ദിനവും സംഗീത ദിനവും ആചരിച്ചു. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെയും സംഗീത ദിനത്തിന്റെയും ഭാഗമായി തിരൂർ MES സെൻട്രൽ സ്കൂളിൽ വൈവിധ്യമാർന്ന പരിപാടികൾ സംഘടിപ്പിച്ചു. ശാരീരിക മാനസിക ആരോഗ്യവും കലാ സാംസ്കാരിക ബോധവും വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു ദിനാചരണ പരിപാടികൾ. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ PT ബെന്നി സ്വാഗതം പറഞ്ഞു. സ്കൂൾ ട്രഷറർ ജലീൽ കൈനിക്കര അധ്യക്ഷത വഹിച്ചു. സ്കൂൾ സെക്രട്ടറി സലാം പി ലില്ലീസ് ഉദ്ഘാടനം നിർവഹിച്ച് യോഗയുടെയും സംഗീതത്തിന്റെയും പ്രാധാന്യം വിശദീകരിച്ചു. വൈസ് ചെയർമാൻ PA റഷീദ്, ജോയിന്റ് സെക്രട്ടറി നജ്മുദ്ദീൻ കല്ലിങ്ങൽ, പ്രധാന അധ്യാപകരായ B മനോജ് കുമാർ, മുജീബ് റഹ്മാൻ എന്നിവർ ആശംസകൾ നേർന്നു. പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾ വിവിധ യോഗാസനങ്ങൾ അവതരിപ്പിച്ചു. കൃത്യതയോടെയും ആത്മവിശ്വാസത്തോടെയും അവതരിപ്പിച്ച യോഗാഭ്യാസ പ്രകടനം ശ്രദ്ധേയമായി. സംഗീത ദിനത്തോടനുബന്ധിച്ച് വിദ്യാർത്ഥികളുടെ ഗാനാലാപനവും സംഗീതാവതരണങ്ങളും അരങ്ങേറി. കലയും ആരോഗ്യവും കൈകോർക്കുന്ന ദിനാചരണ പരിപാടികൾ വിദ്യാർത്ഥികളിൽ വലിയ ആവേശമുണർത്തി. സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധികൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. The day, as already is in the introduction, it's announced that 21st June is the International Day for Yoga. Yoga is traditional, especially for Indian culture. It's a traditional exercise, so that makes our mind as well as our body with more energetic, and it will become a total reformation for all our activities. Nowadays we know that many of the people will have the lifestyle diseases. യോഗയും സ്പോർട്സൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറേണ്ടിയിരിക്കുന്നു. നമ്മളിന്ന് യോഗം ആരോഗ്യപരമായും മാനസികമായും നമുക്ക് വേണ്ട ഉത്തേജനം നൽകുവാൻ ഉതകുന്ന ഒരു മീഡിയ ആയിട്ട് നമ്മൾ വളർന്നു വന്നിട്ടുണ്ട്. ഇത് ശരീരത്തിനെയും മനസ്സിനെയും ഉത്തേജിപ്പിക്കുന്ന ഒരു പ്രധാന വ്യായാമ മുറയാണ്. അതുകൊണ്ട് എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇന്നത്തെ ഈ ബിസിയസ്റ്റ് കാലഘട്ടത്തിൽ, തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ, നമ്മൾ സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്ന ഈ കാലഘട്ടത്തിൽ യോഗ എന്ന് പറയുന്നത് ദിനേന നിങ്ങൾ നിത്യജീവിതത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, പകർത്തിയിട്ടുണ്ടെങ്കിൽ, അതുകൊണ്ട് നിങ്ങൾക്ക് കുറേ റിലാക്സേഷൻ കിട്ടും. നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിൽ പഠിക്കാനും മനസ്സ് ഒരു ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനും, ഏകാഗ്രത ഒരു ഭാഗത്തേക്ക് മാത്രം ചിന്തിക്കാനും, കാര്യങ്ങൾ മനസ്സിലാക്കാനും എല്ലാം യോഗ വലിയ പ്രയോജനപ്പെടും. അതുകൊണ്ട് യോഗ നിങ്ങളുടെ നിത്യജീവിതത്തിൽ വളർത്തണം, അത് പകർത്തണം എന്നാണ് എനിക്ക് നിങ്ങളുടെ ഈ അവസരത്തിൽ. അതുകൊണ്ട് എൻ്റെ മക്കൾ ഇത്തരത്തിലുള്ള എക്സസൈസുകൾ, നിങ്ങൾക്കറിയാം, ആരോഗ്യമില്ലാതെ നമ്മൾ എന്ത് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മുടെ ശരീരത്തിന് എപ്പോഴും നല്ല ആരോഗ്യം വേണം. ആരോഗ്യം വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സസൈസ് ഡെയിലി നിങ്ങൾ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ പകർത്തണം. അങ്ങനെ നല്ലൊരു തലമുറ, ആരോഗ്യമുള്ളൊരു തലമുറയാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നത്. നമ്മുടെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമുക്ക് ഫിസിക്കലി മെൻ്റലി കാര്യങ്ങൾ കിട്ടുവാൻ ഒരുപാട് പ്രയാസമാണ്. കാരണം നമ്മൾ വാഹനങ്ങളിലും ഒക്കെയാണ്, സ്ഥാപനങ്ങളിലും സ്കൂളിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നടക്കാൻ സമയമില്ല, നടക്കാൻ അവസരമില്ല. ആകെ കിട്ടുന്ന സമയം നമ്മുടെ ഇവിടെയുള്ള PETയിലുള്ള നമ്മുടെ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസാണ്. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ കായികക്ഷമതയും അത്യാവശ്യമാണ്. ഇന്ന് ഒരേ സമയം തന്നെ യോഗ ഡേയും അതോടൊപ്പം തന്നെ മ്യൂസിക് ഡേയും സെലിബ്രേഷൻ ചെയ്യുകയാണ്. യോഗ എന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മുടെ ശാരീരിക ക്ഷമതയേക്കാൾ മാനസികമായ നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന, ഏകാഗ്രമാക്കുന്ന ഒരു ചാലക ശക്തിയായി മാറുന്നു എന്നുള്ളതാണ് യോഗയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. പതഞ്ജലി മഹർഷേന പ്രതിപാദഃ അഷ്ടാംഗയോഗഃ സ്വസ്ഥജീവനസ്യ മാർഗം ദർശയതി. Pada, Vibhuti-pada and Kaivalya-pada. The first sutra of the Yoga Sutra is Adha Yoganusasana.
we expected 150 number of students here. Actually, when counting, it is reached to 251 numbers of students and teachers. It's very happy and great. So next year we can try to fill the entire indoor court of our school for the mass yoga demonstration. മീഡിയ ന്യൂസ് തിരൂർ.